പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പും 5 വറ്റൽമുളകും 3 മണിക്കൂർ കുതിർത്ത് വെച്ചു. ഇതൊരു അരിപ്പയിലിട്ട് അതിലത്തെ വെള്ളം കളഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് മാറ്റി വെച്ച് ബാക്കിയുള്ള കടലപ്പരിപ്പ് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇതിലേക്ക് ഒരു സവാള കുനുകുന അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർത്തു. അതിലേക്ക് തന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ച കടലപ്പരിപ്പും കൂടി ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇടാം കേട്ടോ. 1/4 ടീസ്പൂൺ കായവും ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം. ഇതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് കയ്യിലെടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയമെടുത്ത് ഉൾഭാഗമൊക്കെ നന്നായി മൊരിഞ്ഞു കിട്ടും. നമ്മളിവിടെ കുട്ടി പരിപ്പ് വടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ ചായയോടൊപ്പം നല്ല ചൂടുള്ള കറുമുറ പരിപ്പ് വട അടിപൊളിയല്ലേ?